എല്ലാവർക്കും നമസ്കാരം. ഹൃദയനിർഭരം ധ്യാനത്തിൻ്റെ ഈ 78-ാം എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി നമുക്കായി അവതരിപ്പിക്കുന്നത് കേരള ഹാർട്ട്ഫുൾനെസ് റീജിയണൽ ഫെസിലിറ്റേറ്ററായ ശ്രീ കെ യു മോഹൻ. സ്വാഗതം മോഹനേട്ടാ. നമസ്തേ ഡോക്ടർ ഇന്ദു. ഈ പരിപാടിയിൽ പതിവ് പോലെ 2 പ്രധാന ഭാഗങ്ങളാണുള്ളത്. ആദ്യം ഒരു ചോദ്യോത്തരവേള, അതിനുശേഷം ഓഫ്ലൈനായി സത്സംഗം 9 മണി മുതൽ 9:15 വരെ സാർവലൗകിക പ്രാർത്ഥന. അപ്പോൾ നമുക്കൊരു സെൻറ്ററിങ് ചെയ്തിട്ട് ചോദ്യത്തിലേക്ക് കിടക്കാം. ഓക്കെ. മൃദുവായി കണ്ണുകൾ അടയ്ക്കുക. നമ്മുടെ ഹൃദയത്തിലുള്ള ദിവ്യ സാന്നിധ്യവുമായി സ്നേഹപൂർവം നമുക്ക് കണക്റ്റ് ചെയ്യാം. ഇനി ഈ ഒത്തുചേരലിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും ഹൃദയവുമായി സ്നേഹപൂർവം നമുക്ക് കണക്റ്റ് ചെയ്യാം. പരസ്പരം കണക്റ്റ് ചെയ്തിരിക്കുന്ന ഹൃദയനിർഭരമായ ഈ അവസ്ഥയിൽ നമുക്ക് ഒരു പ്രാർത്ഥന ചെയ്യാം. നമ്മുടെ ഈ ഒത്തുചേരൽ എല്ലാവരുടെയും സമഗ്രമായ പുരോഗതിക്ക് അനുയോജ്യമാവട്ടെ എന്ന സങ്കല്പത്തിൽ പ്രാർത്ഥനാ നിർഭരമായി നമുക്ക് 2 മിനിറ്റ് ഇരിക്കാം. ഓക്കെ. നന്ദി മോഹനേട്ടാ. ഇനി ഇന്നത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. നമുക്ക് അറിയാം, നമ്മുടെ ചുറ്റും അല്ലെങ്കിൽ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട് വിവിധ തരം ധ്യാന മാർഗങ്ങളുണ്ട്, അല്ലേ? വിവിധ തരം ആത്മീയ സാധന സമ്പ്രദായങ്ങൾ നമ്മുടെ നാട്ടിലും വിദേശത്തും ഈവൻ യൂട്യൂബിൽ നോക്കിയാലും ഇഷ്ടംപോലെ അനവധി തരം ധ്യാന സമ്പ്രദായങ്ങളെക്കുറിച്ചാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ ഈ ഹാർട്ട്ഫുൾനെസ്സിൻ്റെ ഈ ധ്യാന സമ്പ്രദായങ്ങളെ അപേക്ഷിച്ച് ഹാർട്ട്ഫുൾനെസ്സിൻ്റെ പ്രധാന സവിശേഷതകൾ എന്താണെന്നൊന്ന് പറയാമോ? ഇത് ചോദ്യം വളരെ ലളിതമാണ്, പക്ഷേ ഉത്തരം അത്ര ലളിതമല്ല. പ്രധാനമായിട്ടും നമ്മൾ ഹാർട്ട്ഫുൾനെസ്സിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ 4 പ്രധാന സവിശേഷതകളാണ് മറ്റ് സമ്പ്രദായങ്ങളിൽ നിന്നും. ഒന്നാമത്തെ സവിശേഷത എന്ന് പറയുന്നത് നിർവചനത്തിൽ തന്നെയുള്ള വ്യത്യാസമാണ്. ധ്യാനം എന്നുള്ള വാക്കിൻ്റെ നിർവചനം തന്നെ നമ്മൾ സാധാരണ ധ്യാനം ചെയ്യുന്ന ആൾക്കാരോട് തന്നെ ചോദിച്ചാൽ എന്താണ് ധ്യാനം എന്ന് ചോദിച്ചാൽ അവർ പറയും, ധ്യാനം നമുക്ക് ശാന്തി തരുന്നു, ധ്യാനം നമുക്ക് സ്വയം അറിയുന്നതിന് വേണ്ടിയാണ്, ധ്യാനം ബോധത്തെ വികസിപ്പിക്കുന്നു, അതുപോലെ ധ്യാനം മനസ്സിനെ ക്രമീകരിക്കുന്നു, ഇങ്ങനെയെല്ലാം പറയാം. ഇതെല്ലാം ശരിയാണ്, പക്ഷേ ഇതെല്ലാം ധ്യാനത്തിൻ്റെ ഫലങ്ങളാണ്, കർമ്മഫലങ്ങൾ പോലെ, കർമ്മമല്ല.
അപ്പോൾ നമ്മൾ ഏത് ദിശയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാതെ സമഗ്രമായ ചിന്തയുടെ അഭാവത്തിലുള്ള ജ്ഞാനം നമുക്കൊരു ഭാരമാണ് ശരി. കാരണം ഇപ്പം നമ്മൾ അതൊരു മിഥ്യയായിട്ടുള്ള ഒരു സംതൃപ്തിയാണ് നമുക്ക് തരിക. ഒരാൾ പറയണം ഞാൻ ഗായത്രി മന്ത്രം ജപിക്കുന്നുണ്ട്, ഗായത്രി മാതാവ് എന്നെ അനുഗ്രഹിക്കും. ഇതൊരു മിഥ്യയായ സംതൃപ്തിയാണ്. ഇപ്പൊ ഗായത്രി മന്ത്രത്തില് ധീമഹി ധിയോ യോന പ്രചോദയ എന്ന് പറയുന്നുണ്ട്. ധീ എന്നുള്ള വാക്ക് 2 പ്രാവശ്യം ആവർത്തിച്ചു വരുന്നുണ്ട്. ധ്യാനത്തിലും ധീ ഉണ്ട്. ധീ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ബോധത്തിന്റെ ഉന്നതമായ അവസ്ഥ അല്ലെങ്കിൽ വിവേകത്തിന്റെ ഉന്നതമായ അവസ്ഥ എന്നാണ്. യാൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ചന്ദ്രയാൻ എന്നൊക്കെ പറയില്ലേ, അവിടേക്ക് നമ്മളെ വഹിച്ചു കൊണ്ടുപോകുന്ന വാഹനം. ധ്യാൻ എന്ന് പറഞ്ഞാൽ ധീ പ്ലസ് യാൻ, ഉന്നതമായ ബോധത്തിലേക്ക് അല്ലെങ്കിൽ വിവേകത്തിലേക്ക് നമ്മെ വഹിച്ചു കൊണ്ടുപോകുന്ന വാഹനം. അതാണ് ധ്യാനം. ഈ വാഹനത്തിന് ഇന്ധനം ആവശ്യമാണ്, അല്ലെങ്കിൽ എനർജി ഇൻപുട്ട് ആവശ്യമാണ്, ഊർജം അല്ലേ? അപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ ഒരു ആറ്റം സങ്കല്പിക്കാൻ നിൽക്കുക. അതിൻ്റെ കേന്ദ്രത്തിൽ ന്യൂക്ലിയസ്, ചുറ്റും ഇലക്ട്രോണുകൾ കറങ്ങും. ഇനി ഇലക്ട്രോണിനെ 1ാമത്തെ ഓർബിറ്റിൽ നിന്ന് 5ാമത്തെ ഓർബിറ്റിലേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. അതിന് എനർജി ഇൻപുട്ട് ആവശ്യമാണ്. അതുപോലെ നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ബോധത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് അടുത്ത ബോധത്തിൻ്റെ അവസ്ഥയിലേക്ക് നമ്മളെ ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ എനർജി ഇൻപുട്ട് ആവശ്യമാണ്, ഊർജം ആവശ്യമാണ്. ആ നിലയിലുള്ള ഊർജത്തിൻ്റെ ഇൻപുട്ട് ആവശ്യമാണ്. ഇത് കേനോപനിഷത്തിലാണ് ഇതിനെക്കുറിച്ച് പരാമർശിക്കുന്നത്. അവിടെ മനുഷ്യൻ്റെ ഘടന 3 ഘടകങ്ങളായിട്ട് പറയുന്നു. നമുക്കറിയാം, ശരീരം, മനസ്സ്, ആത്മാവ്. ഈ 3 മേഖലയിലും സമഗ്രമായ പുരോഗതി അനിവാര്യമാണ്. അപ്പോഴാണ് നമുക്ക് സമഗ്രമായിട്ട് നമ്മൾ പുരോഗമിക്കുന്നു എന്ന് പറയാൻ സാധിക്കില്ല. സമഗ്രമായ നമ്മുടെ വികസനം. അപ്പോൾ ശരീരത്തിനെ പുഷ്ടിപ്പെടുത്താൻ അല്ലെങ്കിൽ പരിപോഷിപ്പിക്കാൻ എന്താണ് വേണ്ടത്? സമീകൃതമായിട്ടുള്ള ആഹാരം, എക്സസൈസ്, ഉറക്കം. ഇതാണ് ശരീരത്തിനെ പരിപോഷിപ്പിക്കാൻ വേണ്ടത്. അന്നമയ കോശം എന്ന് നമ്മൾ പറയില്ലേ, അതിനവർ അന്നസ്യ അന്നം എന്നാണ് പറയും, അന്നത്തിൻ്റെ അന്നം. ഇനി മനസ്സിലേക്ക് വന്നാൽ, മനസ്സിനെ എങ്ങനെ പരിപോഷിപ്പിക്കും? നമ്മൾ മഹാത്മാക്കളായിട്ടുള്ള വ്യക്തികളുടെ മനസ്സുമായിട്ട് നമ്മൾ സംവേദിക്കണം, അവരുമായിട്ട് ഇടപഴകണം. ഉദാഹരണത്തിന് നമ്മളെ മാതാപിതാക്കൾ, നമ്മളെ ഗുരുജനങ്ങൾ, മഹാത്മാക്കൾ എഴുതി വെച്ചിട്ടുള്ള പ്രമാണ ഗ്രന്ഥങ്ങൾ എന്നിവ വായിക്കണം. അപ്പോഴാണ് നമ്മുടെ മനസ്സിന് വികാസം സംഭവിക്കുന്നത്. അടിസ്ഥാനപരമായി നമുക്ക് അറിവ് നേടുന്നതിലൂടെ. അതിനെ അവർ മനസ്യമനം എന്ന് പറയുന്നു. അതായത് അന്നത്തിൻ്റെ അന്നം, അന്നസ്യ അന്നം എന്ന് പറയുന്ന പോലെ മനസ്സിൻ്റെ മനസ്സ്, മനസ്യമനം എന്ന് പറയുന്നത് എസൻസ് എന്നുള്ള അർത്ഥത്തിൽ. ഇനി ആത്മാവിനെ എങ്ങനെ പരിപോഷിപ്പിക്കും? അതിന് കേനോപനിഷത്ത് പറയുന്നു പ്രാണസ്യ പ്രാണ. പ്രാണൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവൻ അല്ലെങ്കിൽ ആത്മാവ്. അപ്പോൾ പ്രാണന്റെ പ്രാണൻ ആണ് പ്രാണസ്യ പ്രാണൻ. അത് ആര് സപ്ലൈ ചെയ്യും? അപ്പോൾ ഉറവിടവുമായി ബന്ധം സ്ഥാപിച്ച കഴിവുറ്റ ഒരു ഗുരുവിൻ്റെ സഹായത്തോടെ മാത്രമേ നമുക്ക് ഈ പ്രാണസ്യ പ്രാണ ലഭിക്കുള്ളൂ. അപ്പോൾ അതിനെ നമ്മൾ ഹാർട്ട്ഫുൾനെസ്സിൽ ട്രാൻസ്മിഷൻ, സംപ്രേഷണം, പ്രാണാഹൂതി എന്ന് പറയും. അപ്പോൾ നമ്മൾ ധ്യാനത്തിലിരിക്കുന്നു,
നമ്മൾ ഈ ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ പ്രാണാഹുതി സ്വീകരിക്കുന്നു. അപ്പോൾ നമ്മുടെ ബോധം പടിപടിയായിട്ട് വികസിക്കും. ഇനി ആദ്യത്തെ സിറ്റിങ്ങിൽ തന്നെ നമ്മുടെ ബോധം ഉന്നതമായ അവസ്ഥയിലേക്ക് വികസിക്കാതെ വിചാരിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് നമ്മെ തന്നെ തിരിച്ചറിയാൻ പറ്റാതെയോ, നമ്മളെ നെർവസ് സിസ്റ്റം തന്നെ ചിലപ്പോൾ തകരാറിലാവും. അപ്പോൾ നമ്മൾ എത്രമാത്രം നമ്മളെ ശുദ്ധീകരിക്കുന്നുവോ, എത്രമാത്രം നമ്മൾ ദൈവിക ഗുണങ്ങൾ ആർജിക്കുന്നുവോ, അതിനനുസരിച്ച് മാത്രമേ ബോധം വികസിപ്പിക്കാൻ സാധിക്കൂ. അപ്പോൾ നമ്മൾ ധ്യാനത്തിലിരിക്കുന്നു, അനേകം സിറ്റിങ്ങുകൾ ആവശ്യമാവും. നമ്മൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നും ധീ എന്ന് പറയുന്ന ഉന്നതമായ ബോധത്തിൻ്റെ അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോവുക. അപ്പോൾ അത് ഇപ്പോൾ ഇവിടെ സാധ്യമാണ്. ഓരോ സിറ്റിങ്ങിലും നമുക്ക് അനുഭവവേദ്യമാണ്. അതാണ് ഹാർട്ട്ഫുൾനെസ്സിൻ്റെ ഒരു സവിശേഷത. ഇപ്പോൾ ഇവിടെ, അടുത്ത ജന്മത്തിലോ അല്ലെങ്കിൽ 10 ജന്മം കഴിഞ്ഞിട്ടോ അല്ല, ഹിയർ ആൻഡ് നൗ അത് സാധ്യമാണ്. എന്ന് മാത്രമല്ല, ബോധത്തിൻ്റെ വികാസമാണ് ജീവിത ലക്ഷ്യം. വിവേകാനന്ദ സ്വാമികൾ പറയുന്നു, ബോധത്തിൻ്റെ വികാസം മാത്രമാണ് ജീവിത ലക്ഷ്യം. അദ്ദേഹം പറയാറുണ്ട്, നമുക്ക് ലഭ്യമായിട്ടുള്ള ബോധം എന്ന് പറയുന്നത് സമുദ്രത്തിൻ്റെ ഉപരിതലത്തിൽ ഒരു നേരിയ പാട പോലെ കിടക്കുന്ന ഒരു ചെറിയ ബാൻഡ് വിഡ്ത്ത് ബോധം മാത്രമാണ്. എൻ്റെ താഴെ ഉപബോധ മനസ്സ്, സബ് കോൺഷ്യസ്, ഒരു മഹാസമുദ്രം പോലെ. മേലെ അതിബോധം, സൂപ്പർ കോൺഷ്യസ്, ആകാശം നിറയെ മറ്റൊരു മഹാസമുദ്രം പോലെ. അപ്പോൾ 2 സമുദ്രങ്ങളുടെ ഇടയ്ക്ക് സാൻഡ്വിച്ച് പോലെ കിടക്കുന്ന ഒരു ചെറിയ ബാൻഡ് വിഡ്ത്ത് ബോധം മാത്രമേ നമുക്ക് ലഭ്യമായിട്ടുള്ളൂ. അതിനെ നമുക്ക് എല്ലാ ദിശകളിലേക്കും വികസിപ്പിക്കേണ്ടതുണ്ട്. അതാണ് ജീവിത ലക്ഷ്യം. അതിനെ നമ്മൾ ധ്യാനത്തിലിരിക്കുന്നു, സംപ്രേഷണം സ്വീകരിക്കുന്നു. ഓരോ സിറ്റിങ്ങിലും അത് അനുഭവവേദ്യമാകുന്നു. അതുകൊണ്ട് തന്നെ അത് ഇപ്പോൾ ഇവിടെ സംഭവിക്കും, ഹിയർ ആൻഡ് നൗ. ഇതാണ് ഹാർട്ട്ഫുൾനെസ്സിൻ്റെ ആദ്യത്തെ സവിശേഷത. ഇനി രണ്ടാമത്തെ സവിശേഷതയിലേക്ക് വന്നാൽ ധ്യാന വസ്തുവിലുള്ള വ്യത്യാസം. ചില ആളുകൾ പറയും, ഞാൻ ധ്യാനത്തിലിരിക്കുന്നു, എന്തെങ്കിലും മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അവരതിൽ ഹാപ്പിയാണ്. അപ്പം അവർ പറയും, എനിക്ക് ശാന്തി കിട്ടുന്നുണ്ട് എന്ന് പറയും. അത് ഭാഗികമായി ശരിയുമാണ്. എന്താ കാരണം? നമ്മൾ ഒരേ കാര്യത്തിൽ തന്നെ ഇങ്ങനെ മനസ്സ് വെച്ചിരിക്കുന്നു, ഒരേ മന്ത്രം ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മുടെ മനസ്സ് മന്ദഗതിയിലാവും. അപ്പം മനസ്സ് മന്ദഗതിയിലാവുന്ന സമയത്ത് നമുക്കൊരു ശാന്തി അനുഭവപ്പെടും. മനസ്സ് ഡള്ളാവുകയാണ് ശരി ആക്ച്വലി സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ ഹാപ്പിയാണ് അതിൽ. അതായത് നമ്മൾ എന്തിനെക്കുറിച്ചാണോ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്, നമ്മൾ അതായിത്തീരുന്നത്. ഇതൊരു സാമാന്യ തത്വമാണ്. നമ്മൾ എന്തിനെക്കുറിച്ചാണോ ധ്യാനിക്കുന്നത്, ആ വസ്തുവിൻ്റെ സ്വഭാവവിശേഷങ്ങൾ നമ്മൾ ആഗിരണം ചെയ്യും. ഇതൊരു സാമാന്യ തത്വമാണ്. ഇവിടെ നമ്മുടെ ധ്യാന വസ്തു എന്താണ്? ബോധത്തിൻ്റെ വികാസമാണ്. അതായത് ഈശ്വരീയ തത്വത്തിലാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ഈശ്വരീയ തത്വത്തിൽ ഈശ്വരനിൽ നമ്മൾ എങ്ങനെ ധ്യാനിക്കും? എല്ലാ മതങ്ങളും പറയുന്നു ഈശ്വരൻ്റെ സത്ത എന്ന് പറയുന്നത് സ്നേഹമാണ്. ഇതിലെ എല്ലാ മതങ്ങളും ഒരേ അഭിപ്രായമാണ്. അപ്പോൾ ആ ദിവ്യ സ്നേഹത്തെ, അതായത് ഈശ്വരീയ സ്നേഹത്തിൻ്റെ സത്തയെ നമ്മുടെ ഹൃദയത്തിലെ ദിവ്യപ്രകാശമായിട്ട് കണ്ട് സങ്കല്പിച്ച് നമ്മൾ ധ്യാനിക്കും. കാരണം സ്നേഹം എന്ന് പറയുമ്പോൾ നമുക്ക് സങ്കല്പിക്കാൻ ഒന്നും കിട്ടില്ല. നമുക്ക് സങ്കല്പിക്കാവുന്ന ഏറ്റവും സൂക്ഷ്മമായത് പ്രകാശമാണ്. അപ്പോൾ ദിവ്യ സ്നേഹത്തെ നമ്മളൊരു ദിവ്യ പ്രകാശമായിട്ട് സങ്കല്പിച്ചുകൊണ്ട് ധ്യാനമാക്കി. ഇനി എന്തുകൊണ്ട് ഹൃദയം? സ്നേഹം എവിടെ നിന്നാണ് വരുന്നത്? ഹൃദയത്തിൽ നിന്നാണ് വരുന്നത്, നമുക്കറിയാം. അതുകൊണ്ടാണ് നമ്മൾ ഹൃദയം എന്ന് പറയുന്നത്. ദിവ്യ സ്നേഹത്തെക്കുറിച്ചല്ലേ നമ്മൾ പറഞ്ഞത്. സ്നേഹത്തിൻ്റെ ഉറവിടം നമുക്കറിയാം.
പറയുന്നത് നമ്മുടെ ഹൃദയമാണ്. മാത്രമല്ല ഹൃദയത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്ന മഹത്തായ ഗ്രന്ഥം ഭഗവത്ഗീതയാണ്. പല തത്വചിന്തകളുടെയും പ്രമാണ ഗ്രന്ഥം എന്ന് പറയുന്ന ഭഗവത്ഗീത. രാജി പറയും 10-ാം അധ്യായത്തിലെ 20-ാമത്തെ ശ്ലോകം ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ അഡ്രസ്സും ഇമെയിൽ ഐ.ഡിയും പബ്ലിക്കായിട്ട് പറയുന്നു. അർജുനൻ്റെ ഒരു ചോദ്യത്തിന് മറുപടിയായിട്ട് ഭാവി തലമുറ അങ്ങയെ എങ്ങനെ അറിയും എന്നുള്ള ചോദ്യത്തിന് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നതാണ്, ഓരോ ജീവാത്മാവും അതിൻ്റെ ഹൃദയത്തിലേക്ക് തിരിഞ്ഞാൽ ഞാൻ അവിടെ ഉപവിഷ്ടനായിരിക്കും. അപ്പോൾ ശ്രീകൃഷ്ണനെ നമ്മൾ എവിടെയാണ് അന്വേഷിക്കേണ്ടത്? നമ്മുടെ ഹൃദയത്തിലാണ് നമ്മൾ മുട്ടേണ്ടത്, മറ്റുള്ളവരുടെ ഹൃദയത്തിലല്ല. ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൻ്റെ വാതിൽക്കൽ നമ്മൾ മുട്ടിയിട്ട് കൃഷ്ണ അങ്ങ് എവിടെയാണ് എന്ന് ചോദിക്കുന്നത് ബുദ്ധിശൂന്യതയാണ്. കാരണം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഞാൻ നിങ്ങളുടെ ഹൃദയത്തിലാണെന്ന്. അപ്പം നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിലാണ് നമ്മൾ മുട്ടേണ്ടത് എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ ഹൃദയത്തിലെ ദിവ്യസ്നേഹത്തെ ഒരു ദിവ്യപ്രകാശത്തിൻ്റെ സാന്നിധ്യമായി സങ്കല്പിച്ച് നമ്മൾ ധ്യാനിക്കും. ഈ ദിവ്യപ്രകാശം എന്ന് പറയുന്നത് എല്ലാത്തിനും സാക്ഷിയാണ്. അപ്പോൾ അതിൻ്റെ പ്രകാശത്തിലാണ് എല്ലാം പ്രകാശിക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ മനോഭാവം പ്രത്യേകം ശ്രദ്ധിക്കണം ധ്യാനത്തിൽ. സ്നേഹത്തിന് ഏറ്റവും അനുകൂലമായിട്ടുള്ള മനോഭാവം ഇതിൽ തന്നെ പറയുന്നുണ്ട്, സ്നേഹഭാവം. സ്നേഹമാണ് പ്രപഞ്ചത്തിലെ എല്ലാത്തിനെയും പിടിച്ചു നിർത്തുന്ന ആ ദിവ്യത്വത്തിൻ്റെ സത്ത. അതൊരു സാക്ഷിയാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ സാക്ഷിഭാവം എന്ന് പറയുന്നത് എന്താണ്? ഉയർന്നു വരുന്ന മറ്റു ചിന്തകളുമായി നമ്മൾ സംവേദിക്കുന്നില്ല, അതിനെ അമർത്താനും ശ്രമിക്കുന്നില്ല. അപ്പോൾ ഹൃദയത്തിലെ ദിവ്യസ്നേഹത്തെ ദിവ്യപ്രകാശത്തിൻ്റെ സാന്നിധ്യമായി സങ്കല്പിച്ച് സ്നേഹഭാവത്തിലും സാക്ഷിഭാവത്തിലും നമ്മൾ ധ്യാനിക്കുന്നു, സംപ്രേഷണം സ്വീകരിക്കുന്നു. ഇതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട സവിശേഷത. ഇനി മൂന്നാമത്തെ സവിശേഷതയിലേക്ക് വന്നാൽ അത് മോക്ഷപ്രാപ്തിയെക്കുറിച്ചുള്ള സങ്കല്പം, അതിലുള്ള വ്യത്യാസമാണ്. നമുക്കറിയാം നമ്മുടെ ജീവിതം രൂപപ്പെടുത്തുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ജനിച്ച സാഹചര്യം, നമ്മുടെ മാതാപിതാക്കൾ, നമ്മളുടെ ജാതി, നമ്മുടെ മതം, നമ്മുടെ അധ്യാപകർ, നമ്മളുടെ സാമൂഹിക പശ്ചാത്തലം, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മൾ ജനിച്ച നാട്, ഇതെല്ലാം നമ്മുടെ ജീവിതം രൂപപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്, നമുക്കറിയാം. പക്ഷേ ഈ ഘടകങ്ങളെക്കാൾ ഉപരിയായി നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്ന ഘടകം നമ്മുടെ പൂർവജന്മ സംസ്കാരങ്ങളാണെങ്കിൽ കർമ്മഫലങ്ങളാണ്. നമ്മൾ കൊണ്ടുവന്ന ആ സംസ്കാരങ്ങളുടെ ആകത്തുക, ഭാണ്ഡം. അപ്പോൾ ഒരു ആത്മാവ് ഈ ശരീരത്തിലേക്ക് വരുന്നത് അതിൻ്റെ സംസ്കാരങ്ങളുടെ ഭാണ്ഡം, അതിൻ്റെ ഭോഗം അനുഭവിച്ച് അതിൻ്റെ ആധിക്യം കുറച്ച് ഫ്രീ ആയിട്ട് തിരിച്ചു പോകാനാണ്. അതിനെയാണ് നമ്മൾ മോക്ഷപ്രാപ്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഹാർട്ട്ഫുൾനെസ് പറയുന്നു, നമ്മൾ സംസ്കാരങ്ങൾ കൊണ്ട് ജനിക്കുന്നു, സംസ്കാരങ്ങൾ കൊണ്ട് മരിക്കുന്നു. സംസ്കാരങ്ങൾ നീക്കം ചെയ്യപ്പെടുമ്പോൾ ജനന മരണ ചക്രത്തിൽ നിന്ന് നമ്മൾ പുറത്തു കിടക്കുന്നു, മോക്ഷപ്രാപ്തി. ഇതാണ് ജീവിതത്തിൻ്റെ ഉദ്ദേശം. അപ്പോൾ സംസ്കാരങ്ങളുടെ ഭോഗം അനുഭവിച്ചുകൊണ്ട് അതിൽ നിന്ന് ഫ്രീ ആവണം നമുക്ക്. ഇനി നമ്മളൊരു രണ്ട് സാഹചര്യം എടുക്കാം. ഒരു സാഹചര്യത്തിൽ നമ്മുടെ സംസ്കാരങ്ങളുടെ രീതിക്ക് അനുസരിച്ച് എനിക്കൊരു ശാസ്ത്രജ്ഞനാവണമെന്നാണ് മോഹം. ഞാൻ അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളിൽ മുഴുവൻ. ആ സമയത്ത് എൻ്റെ മാതാപിതാക്കൾ അതിലിടപെടുന്നു. അവർ പറയുന്നു, നമുക്ക് ഒരുപാട് റബ്ബർ എസ്റ്റേറ്റ് ഉണ്ട്,
തലമുറകളായിട്ട് ജീവിക്കാനുള്ള സമ്പത്തുണ്ട്. അതുകൊണ്ട് ശാസ്ത്രജ്ഞനൊന്നും ആവണ്ട, ഇത് നോക്കി നടത്തിയാൽ മതി എന്ന് പറയുന്നത്. സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ട് നമ്മൾ തീരുമാനിക്കാൻ നിൽക്കുക അത് മതിയെന്ന്. അപ്പം എന്ത് സംഭവിക്കും? നമ്മൾ കൊണ്ടുവന്ന സംസ്കാരത്തിൻ്റെ ഭോഗം പൂർത്തീകരിക്കാനുള്ള അവസരം ഇല്ല, അതവിടെ തന്നെ ഉണ്ട്. നമുക്ക് ഇഷ്ടമില്ലാത്ത മറ്റൊരു കാര്യം നമ്മൾ ചെയ്യാൻ തുടങ്ങുന്നു, അപ്പം പുതിയ സംസ്കാരം രൂപപ്പെടുന്നു. സംസ്കാരത്തിൻ്റെ ഭാണ്ഡം കൂടി. ഇനി മറ്റൊരു സാഹചര്യം എടുക്കുക. ദാജി എപ്പോഴും പറയണത്, നിങ്ങളുടെ സംസ്കാരത്തിൻ്റെ രീതിക്കനുസരിച്ച് നിങ്ങൾ പെൺകുട്ടിയോട് സ്നേഹം തോന്നുന്നു, അല്ലെങ്കിൽ ആൺകുട്ടിയോട്, ആ കുട്ടിയെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോഴാണ് മാതാപിതാക്കൾ വീണ്ടും ഇടപെടുന്നു. നമ്മുടെ സ്റ്റാറ്റസിന് പറ്റിയ ഒരു ബന്ധമല്ല അത്, നമ്മുടെ ജാതിയല്ല, നമ്മുടെ മതമല്ല, നമ്മുടെ കുടുംബത്തിന് യോജിക്കുന്ന ഒരു ബന്ധമല്ല എന്ന് പറയുന്നു. അപ്പം നമ്മൾ ആ സമ്മർദ്ദത്തിന് വഴങ്ങി ശരി മറ്റൊരു വിവാഹം കഴിക്കണമെന്ന് വിചാരിക്കുക. ദാജി ഒരു 4 കുടുംബങ്ങളാണ് അതിൽ ബാധിക്കപ്പെടുന്നത്. നമ്മൾ പുതിയതായിട്ട് ഒരാളെ കഴിക്കുന്നു. അപ്പോൾ ആളുടെ ജീവിതം മുമ്പ് സാംസ്കാരിക പാറ്റേൺ അനുസരിച്ച് നമുക്ക് ഇഷ്ടമായിരുന്ന ആളും മറ്റൊരു വിവാഹം കഴിക്കില്ലോ. അപ്പോൾ ആളുടെ ജീവിതം, നമ്മുടെ ജീവിതം, 4 കുടുംബങ്ങളാണ് ഇതിൽ ബാധിക്കപ്പെടുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ നമ്മുടെ സംസ്കാരത്തിൻ്റെ രീതിക്കനുസരിച്ചുള്ള ജീവിതത്തിൻ്റെ പൂർത്തീകരണത്തിനുള്ള അവസരം ലഭിക്കുന്നില്ല, അതവിടെ ഉണ്ട്. അതിൻ്റെ ഇഷ്ടമില്ലാത്ത മറ്റൊരു കാര്യം ചെയ്യുന്നു, വീണ്ടും സംസ്കാരങ്ങൾ വർദ്ധിക്കണം. അപ്പോൾ ജീവിതത്തിൻ്റെ അവസാനമാകുമ്പോഴേക്കും നമ്മൾ സംസ്കാരങ്ങളുടെ ഭാരം കുറയ്ക്കുന്നതിന് പകരം കൂടുതൽ സംസ്കാരങ്ങൾ നമ്മൾ ആർജിക്കണം. അപ്പോൾ ആത്മാവ് വിചാരിക്കാൻ ഇനി ഈ ശരീരത്തിലിരുന്നിട്ട് ഒന്നും നേടാനില്ല എന്ന് വിചാരിച്ച് ഈ സംസ്കാരത്തിൻ്റെ ഭാണ്ഡം കുറയ്ക്കാൻ മറ്റൊരു ശരീരം അന്വേഷിക്കും, പുനർജന്മമായിട്ട് കാണും. അതുകൊണ്ടാണ് സംസ്കാരങ്ങൾ കൊണ്ട് നമ്മൾ ജനിക്കുന്നു, സംസ്കാരങ്ങൾ കൊണ്ട് തന്നെ മരിക്കുന്നു എന്ന് പറയാൻ കാരണം. ഹാർട്ട്ഫുൾനെസ് ഇതിന് രണ്ടിനും പരിഹാരങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ കൊണ്ടുവന്ന സംസ്കാരങ്ങളെ നീക്കം ചെയ്യാൻ ശുദ്ധീകരണം, ക്ലീനിങ്. അത് ഓരോ ദിവസവും വൈകുന്നേരം നമ്മൾ ചെയ്യുന്ന ശുദ്ധീകരണം, ഹാർട്ട്ഫുൾനെസ് പരിശീലകരിൽ നിന്ന് നമ്മൾ എടുക്കുന്ന സിറ്റിങ്ങിലൂടെയുള്ള ശുദ്ധീകരണം, സത്സംഗത്തിൽ മാസ്റ്റർ നമ്മളിൽ ചെയ്യുന്ന ശുദ്ധീകരണം. അങ്ങനെ ശുദ്ധീകരണം 3 തലത്തിൽ നടക്കുന്നു. അപ്പം നമ്മൾ കൊണ്ടുവന്ന സംസ്കാരത്തിൻ്റെ ഭാണ്ഡം അങ്ങനെ നമുക്ക് നീക്കം ചെയ്യാം. പുതിയതായി സംസ്കാരങ്ങൾ രൂപപ്പെടുന്നത് തടയുന്നു നിരന്തര സ്മരണ എന്ന പരിശീലനത്തിലൂടെ. അപ്പോൾ നിരന്തര സ്മരണയും ശുദ്ധീകരണവും കൊണ്ട് 2 കാര്യങ്ങൾ നമ്മൾ സാധിക്കും. നമ്മുടെ സംസ്കാരങ്ങൾ കൊണ്ടുവന്ന ഭാണ്ഡം കുറയുന്നു, പുതിയതായിട്ട് സംസ്കാരങ്ങൾ രൂപപ്പെടുന്നു. ഇതാണ് 3ാമത്തെ പ്രധാനമായിട്ടുള്ള സവിശേഷത. ഇനി 4ാമത്തെ സവിശേഷതയിലേക്ക് വന്നാൽ, നമ്മൾ മോക്ഷപ്രാപ്തിയെക്കുറിച്ചാണ് പറഞ്ഞത്. ഹാർട്ട്ഫുൾനെസ്സിൽ 23 വലയങ്ങളിലൂടെ അല്ലെങ്കിൽ 13 ചക്രങ്ങളിലൂടെ ബോധത്തിൻ്റെ യാത്രയാണ് നമ്മളെ പുരോഗതിയുടെ ഗ്രാഫ് എന്ന് പറയുന്നത്. അതിൽ 2ാമത്തെയും 3ാമത്തെയും വലയത്തിൽ എത്തുമ്പോഴേക്കും നമ്മൾ മോക്ഷപ്രാപ്തിയുടെ അനുഭവം നമുക്ക് ഉണ്ടാവാൻ തുടങ്ങും. 5ാമത്തെ വലയത്തിലെത്തുമ്പോൾ പരിപൂർണമായിട്ടുള്ള മോക്ഷപ്രാപ്തി. ആദ്യത്തെ 5 ചക്രങ്ങൾ ഹാർട്ട് റീജിയൻ. അപ്പോൾ ഇനി ഈ ജീവിതത്തിലേക്ക് തിരിച്ചു വരേണ്ട ആവശ്യകത ഇല്ല എന്നുള്ള ബോധത്തിൽ നമ്മൾ എത്തിപ്പെടും. അതാണ് മോക്ഷപ്രാപ്തി. ഇനി നമുക്കറിയാം, ഈ പാരമ്പര്യ യോഗശാസ്ത്രത്തിൽ 7 ചക്രങ്ങളാണ്. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രദളപം, നെറുകയിലും 7 ചക്രങ്ങൾ. സഹസ്രദളപത്മം അല്ലെങ്കിൽ SDK ആണ് ആത്യന്തികമായിട്ടുള്ള ചക്രം, ലക്ഷ്യം അവിടെ. അപ്പോൾ ഹാർട്ട്ഫുൾനെസ്സിൽ 13 ചക്രങ്ങളും 23 വലയങ്ങളാവണം. അപ്പോൾ 5ാമത്തെ വലയത്തിൽ നമുക്ക് മോക്ഷപ്രാപ്തിയുടെ അനുഭൂതി ഉണ്ടാവണം. 18 വലയങ്ങൾ കടന്നു പോകുന്നുണ്ട് ഹാർട്ട്ഫുൾനെസ്സിൽ. അപ്പോൾ പാരമ്പര്യ ശാസ്ത്രത്തിൽ ഈ
SDK, സഹസ്രദള പത്മമാണ് ആത്യന്തികമായ അനുഭൂതിയുടെ പോയിന്റ്. അവിടെ എത്തുമ്പോൾ അതൊരു ട്രാപ്പാണ്. എന്ന് പറയുന്നത് സച്ചിത് ആനന്ദം എന്ന് പറയാം. നിലനിൽപ്പ്, ബോധം, ആനന്ദം. ഞാൻ നിലനിൽക്കുന്നു എന്നുള്ള ബോധം തന്നെ എനിക്ക് ആനന്ദം തരുന്നതാണ് ഈ സഹസ്രദള പത്മത്തിന്റെ പ്രത്യേകത. അപ്പൊ അതിന്റെ അനുഭൂതി, ആത്യന്തികമായ അനുഭൂതിയാണ് നമുക്ക് തോന്നുന്നു. അത് നമുക്കൊരു ട്രാപ്പായിട്ട് നമ്മൾ അതിനപ്പുറം പോകാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അവിടെ ശീലവിധേയത്വം വരുന്നു. നമുക്ക് ആനന്ദം അല്പം നഷ്ടപ്പെടുമ്പോഴേക്കും നമ്മൾ അസ്വസ്ഥരാകുന്നു. അപ്പൊ അവിടെ അവസാനിച്ചു. പക്ഷേ ഹാർട്ട്ഫുൾനെസ്സിൽ നമ്മൾ അവിടെ അവസാനിക്കുന്നില്ല. നമുക്കറിയാം പാരമ്പര്യ യോഗശാസ്ത്രത്തിൽ തന്നെ ബ്രഹ്മരന്ധ്രം എന്ന് പറഞ്ഞിട്ട് തലയുടെ പിന്നിലൊരു പോയിന്റ് ഉണ്ട്. ചില മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവിടെ ഒരു കുടുംബമാരി വയ്ക്കും ബ്രഹ്മരന്ധ്രത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബ്രഹ്മരന്ധ്രത്തിലൂടെയാണ്, അത് തലയുടെ പിന്നിലാണ്. ഈ സഹസ്രദള പത്മം കഴിഞ്ഞ് പിന്നെയും പോകണം. ഹാർട്ട്ഫുൾനെസ്സിൽ അത് 12ാമത്തെ ചക്രാണ്. അത് കഴിഞ്ഞ് ഒരു ചക്രം കൂടി ബാക്കിയുണ്ട്. അപ്പോ ബ്രഹ്മരന്ധ്രത്തിൽ എത്തുന്ന സമയത്ത് മോക്ഷപ്രാപ്തി നേടിയ ആത്മാക്കള് ബ്രഹ്മരന്ധ്രത്തിലൂടെയാണ് ശരീരത്തിൽ നിന്ന് പുറത്തു പോകുന്നത്. ഒരു ആത്മാവ് ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതും ബ്രഹ്മരന്ധ്രം വഴിയാണ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, ഒരു ആത്മാവ് അതിൻ്റെ ബോധം 12ാമത്തെ ചക്രം അല്ലെങ്കിൽ ബ്രഹ്മരന്ധ്രത്തിൽ എത്തിയെന്ന് വിചാരിക്കാം. അപ്പം അത് വന്ന വഴി അത് കാണുന്നു. അത് മോക്ഷപ്രാപ്തി നേടിയ ആത്മാവും കൂടിയാണെങ്കിൽ ഉടനെ തന്നെ അത് ശരീരം വിട്ടുപോകും, നമ്മൾ മരിക്കും. പക്ഷേ ഹാർട്ട്ഫുൾനെസ്സിൽ ഒരു ചക്രം, 13ാമത്തെ ചക്രം കൂടി ബാക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ കഴിവുള്ള ഒരു ഗുരു, ഒരു ആത്മീയ അന്വേഷകൻ 12ാമത്തെ ചക്രം അല്ലെങ്കിൽ ബ്രഹ്മരന്ധ്രത്തിൽ എത്തിയാൽ, കഴിവുള്ള ഗുരു ആ ബ്രഹ്മരന്ധ്രത്തെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് ഈ അന്വേഷകനെ വഹിച്ചുകൊണ്ട് 13ാമത്തെ ചക്രത്തിലേക്ക് പോകുന്നു. അങ്ങനെ ആത്മീയ യാത്ര അവിടെ കംപ്ലീറ്റ് ആക്കുന്നു. ഹാർട്ട്ഫുൾനെസ്സിൽ മാത്രം സംഭവിക്കുന്ന ഒരു സവിശേഷതയാണ്. കഴിവുറ്റ ഒരു ഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ മാത്രമേ ഇത് സാധ്യമാവൂ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ തോന്നുന്നത് ഇത് വളരെ സങ്കീർണമായിട്ടുള്ള ഒരു ജ്ഞാനമാണ്, അല്ലേ? സഹസ്രദള പത്മം, അതുപോലെ ബ്രഹ്മരന്ധ്രം, മോക്ഷപ്രാപ്തി എന്നൊക്കെ പറയുമ്പോൾ വളരെ സങ്കീർണമായിട്ടുള്ള ജ്ഞാനം ആണെന്ന് നമുക്ക് തോന്നും. ശരിയാണ്. പക്ഷെ അത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള അല്ലാതെ നമ്മൾ മനസ്സിലാക്കും. കാരണം ചിലർക്ക് അല്പം മനഃശാന്തി കിട്ടിയാൽ മതി, അവർ ഹാപ്പിയാണ്. അതിന് പല സമ്പ്രദായങ്ങളുണ്ട്. ചിലർ പ്രാണായാമം കൊണ്ട് വളരെ ഹാപ്പിയാണ്, അവർക്കത് മതി. ചിലർ ഹഠയോഗ, ആസനം, പ്രാണായാമം, അതിൽ വളരെ ഹാപ്പിയാണ്, അവർക്ക് അത്രേ ആവശ്യമുള്ളൂ. പക്ഷേ ഹഠയോഗയും പ്രാണായാമവും അല്ലെങ്കിൽ ആസനവും പ്രാണായാമവും ഒന്നും ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണത്. ബോധത്തിൻ്റെ വികാസത്തിന് അത് പര്യാപ്തമല്ല. ഇത് ഹാർട്ട്ഫുൾനെസ്സിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഈ 4 പ്രധാനപ്പെട്ട ഹാർട്ട്ഫുൾനെസ്സിൻ്റെ സവിശേഷതകൾ മറ്റു മാർഗങ്ങളിൽ നിന്ന്. ഇനി നമ്മൾ തിരഞ്ഞെടുത്ത മാർഗം ശരിയാണെന്ന് നമ്മൾ എങ്ങനെ വിശകലനം ചെയ്യും എന്നുള്ളൊരു ചോദ്യം അവശേഷിക്കും. അതിനും ഹാർട്ട്ഫുൾനെസ്സിൻ്റെ ഗുരുക്കന്മാർ നമ്മളോട് 2 മാർഗങ്ങൾ നിർദ്ദേശിക്കും. എന്താ അത്? പാരമ്പര്യ യോഗശാസ്ത്രമനുസരിച്ച് ഭാരതത്തിൻ്റെ ആത്മീയ പാരമ്പര്യം അനുസരിച്ച് ബ്രഹ്മവിദ്യ അല്ലെങ്കിൽ ആത്മവിദ്യ പരിപൂർണമായിട്ട് സൗജന്യമാണ്. അതിന് ഫീസ് ഈടാക്കാൻ സാധ്യമല്ല. ബ്രഹ്മവിദ്യക്ക് ഫീസ് ഈടാക്കുന്നുണ്ടെങ്കിൽ അവിടെ ബ്രഹ്മവിദ്യ ഇല്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. മറ്റൊന്ന്, നമ്മൾ ഹാർട്ട്ഫുൾനെസ്സിൽ പറഞ്ഞു ആദ്യത്തെ ദിവസം തന്നെ, ആദ്യത്തെ സിറ്റിങ്ങിൽ തന്നെ നമുക്ക് ശാന്തി അനുഭവപ്പെടും. അപ്പോൾ
നമ്മൾ തിരഞ്ഞെടുത്ത പാത ശരിയായ പാതയാണെങ്കിൽ ആത്മാവ് കൂടുതൽ കൂടുതൽ ശാന്തി തന്ന് നമ്മെ അനുഗ്രഹിക്കും. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ തിരഞ്ഞെടുത്ത പാത ശരിയാണോ എന്ന് തീരുമാനിക്കാനുള്ള ഘടകം. നേരത്തെ പറഞ്ഞ 4 ഘടകങ്ങളാണ് ഹാർട്ട്ഫുൾനെസ്സിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ. ഇത് മനസ്സിലാക്കി ഹാർട്ട്ഫുൾനെസ് രീതിയിൽ ധ്യാനിക്കാനും സംപ്രേഷണം സ്വീകരിക്കാനുള്ള വിവേകം തന്ന് മഹാനായ ഗുരു നമ്മളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. നമസ്കാരം. വളരെയധികം നന്ദി മോനിട്ട. ഞാൻ മോനിട്ടിന് ഇങ്ങനെ ഓരോ സവിശേഷതകൾ പറയുമ്പോൾ ഏതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് ശ്രദ്ധിക്കുക. പക്ഷേ ഓരോന്നും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട സവിശേഷതകളായി തോന്നി. പിന്നെ അവസാനം പറഞ്ഞ 2 ടിപ്സ്, ഏതാണ് ഏറ്റവും നല്ല സമ്പ്രദായം എന്ന് നമ്മൾ അളക്കുന്ന രീതി, അത് വളരെയധികം എനിക്ക് തോന്നി അത് അഭ്യാസികൾക്ക് മാത്രമല്ല, ഇത് കേൾക്കുന്ന ഈ എപ്പിസോഡ് കേൾക്കുന്ന ആർക്കും ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്ന ഒരു സംഗതിയാണ്. ഹാർട്ട്ഫുൾനെസ്സിൽ മാത്രം ഉണ്ടാവുകയുള്ളൂ അത് ഹാർട്ട്ഫുൾനെസ്സിന് മാത്രം സ്വന്തമായ പ്രത്യേകതകളാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു പരിശീലന പദ്ധതി സ്വായത്തമാക്കി നമ്മുടെ ബോധത്തിൻ്റെ വികാസം എന്നുള്ള പരമമായ ലക്ഷ്യം നേടാൻ ശ്രമിക്കുമെന്ന് കരുതുന്നു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പടിയിലേക്ക് കിടക്കാം. അതായത് സത്സംഗമാണ്. അപ്പോൾ പുതുതായി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കായി ധ്യാനിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഒരിക്കൽ കൂടി പറയാം. നമ്മൾ സ്വസ്ഥമായിരുന്ന് കണ്ണുകളടച്ച് എൻ്റെ ഹൃദയത്തിൽ ദിവ്യപ്രകാശത്തിൻ്റെ ഒരു സ്രോതസ്സുണ്ടെന്നും അത് എൻ്റെ ശ്രദ്ധ ഉള്ളിലേക്ക് ആകർഷിക്കുന്നുവെന്നും സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ ധ്യാനം ആരംഭിക്കുന്നു. അതേസമയം മറ്റു ചിന്തകൾ വരികയാണെങ്കിൽ സ്വയം ഓർമ്മിപ്പിക്കുക, ഞാൻ എൻ്റെ ഹൃദയത്തിലെ ദിവ്യപ്രകാശത്തിൻ്റെ സ്രോതസ്സിൽ ധ്യാനിക്കുകയാണ്. ഉള്ളിൽ സ്നേഹഭാവവും സാക്ഷിഭാവവും കാത്തു സൂക്ഷിക്കുക. അതിനുശേഷം 9 മണി മുതൽ 9:15 വരെ സാർവലൗകിക പ്രാർത്ഥന. എല്ലാവരിലും സ്നേഹവും ഭക്തിയും വിശ്വാസവും സാഹോദര്യവും നിറയുന്നു എന്ന് സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ 15 മിനിറ്റ് ധ്യാനിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് 9 മണി വരെ ധ്യാനിക്കാം സത്സംഗം. അത് കഴിഞ്ഞ് 9 മുതൽ 9:15 വരെ സാർവലൗകിക പ്രാർത്ഥന. ഈ സമയത്ത് നമ്മൾ യൂട്യൂബ് ഡിസ്കണക്ട് ചെയ്യാണ്. താങ്ക് യു. നമസ്കാരം.